അസമത്വങ്ങളും വിവേചനങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരുള്ള വിവേചനം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള വിവേചനങ്ങൾക്ക് ഇന്നും നമ്മുടെ സമൂഹം സാക്ഷ്യം വഹിക്കുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൽ അത് കാത്തു സൂക്ഷിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യത വാഗ്ദാനം ചെയ്യുന്ന നിയമങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഇന്നും സ്ത്രീധന സമ്പ്രദായവും വിവേചനങ്ങളും നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിവേചനങ്ങൾ പ്രധാനമായും സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ളതാണ്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെപ്പോലും സമ്പത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. ദൈവം നീതിമാനാണ്. യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങൾക്കും ദൈവമുമ്പാകെ സ്ഥാനമില്ല എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ക്രിസ്തീയ സഭയുടെ ദൗത്യമാണ്. ലോകചരിത്രത്തിൽ ക്രിസ്തീയ സഭ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ദൈവശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ലിബറേഷൻ തിയോളജി അഥവാ വിടുതലിൻ്റെ ദൈവശാസ്ത്രം. CSC സഭ ഉൾപ്പെടെയുള്ള ക്രിസ്തീയ സഭകൾ ഈ ശുശ്രൂഷകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ കറുത്തവർഗക്കാരോട് ഉണ്ടായിരുന്ന വിവേചനം ഇല്ലാതാക്കുന്നതിൽ ക്രിസ്തീയ സഭകൾ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. കറുത്തവർഗക്കാരെ അടിമകളാക്കി ജോലി ചെയ്യിച്ചിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ക്രിസ്തീയ സമൂഹത്തിന് സാധ്യമായി. ഇതിലൂടെ രൂപപ്പെട്ട ദൈവശാസ്ത്ര വിഷയമാണ് ബ്ലാക്ക് തിയോളജി. ഇന്ത്യയിൽ ദളിതരെയും ആദിവാസികളെയും താഴ്ന്നവരായി കണക്കാക്കിയിരുന്നു. ദളിത് തിയോളജി, ട്രൈബൽ തിയോളജി എന്നീ ദൈവശാസ്ത്ര ശാഖകൾ ഈ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചിട്ട് ഉള്ളവയാണ്. സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ദൈവത്തിൻ്റെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച അത്ഭുതകരമായ പ്രവൃത്തി. യേശു ഈ ലോകത്തിൽ പിറന്നു വീണതും ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. യേശുവിൻ്റെ ജനവാർത്ത ആദ്യം എത്തിയത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായിരുന്ന ആട്ടിടയന്മാർക്കായിരുന്നു. യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ സാധാരണക്കാരായ വ്യക്തികളായിരുന്നു. ഇതെല്ലാം സമൂഹത്തിലെ എളിയവരും പുറന്തള്ളപ്പെട്ടവരോടുമുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രതിബദ്ധത ഉറപ്പിച്ച് പറയുന്നതാണ്. നൽകപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളിലൂടെ സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് കൂടുതലായി നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് ചിന്ത, അവസരങ്ങളും പദവികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിടുതലിനായി വിനിയോഗിക്കുക. അവസരങ്ങളും പദവികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിടുതലിനായി വിനിയോഗിക്കുക. എസ്തേർ 4 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പാർസി രാജാവായിരുന്ന അഹശ്വേരോശിൻ്റെ പത്നിയും രാജ്ഞിയുമായിരുന്ന എസ്തേർ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി പരിശ്രമിക്കുന്നതായി നാം വായിക്കുന്നു. BC 586 യെരുശലേം ആക്രമിക്കപ്പെടുകയും ഇസ്രായേൽ ജനത്തെ തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. BC 539 പാർസി രാജാവായിരുന്ന കോരശ് ബാബിലോണിനെ ആക്രമിച്ച് തോൽപ്പിക്കുകയും തൻ്റെ സാമ്രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. അഹശ്വേരോശ് എന്ന പാർസി രാജാവിൻ്റെ ഭരണകാലഘട്ടം BC 486 മുതൽ 465 വരെ ആയിരുന്നു. ശൂഷൻ രാജധാനി പാർസി രാജാക്കന്മാർ ശൈത്യകാലത്ത് പാർത്തിരുന്ന കൊട്ടാരമായിരുന്നു. അഹശ്വേരോശ് രാജാവിൻ്റെ മുൻ ഭാര്യയായിരുന്ന വസ്തി രാജ്ഞിക്ക് രാജകൽപ്പന മറത്തതുകൊണ്ട് രാജ്യസ്ഥാനം നഷ്ടപ്പെടുന്നു. ഇത് സംഭവിക്കുന്നത് BC 484-83 കാലഘട്ടത്തിലാണ്. അതിനുശേഷം യഹൂദ കുടുംബത്തിൽ ജനിച്ചവളും ശൂഷൻ രാജധാനിയിലെ ജോലിക്കാരനായിരുന്ന മൊർദെഖായിയുടെ വളർത്തുമകളുമായിരുന്ന എസ്തേർ 5 വർഷത്തിന് ശേഷം അഥവാ 479-478 കാലഘട്ടത്തിൽ രാജ്ഞിയായി തീരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം BC 475-76 കാലഘട്ടത്തിൽ അമലോക്യനായിരുന്ന ആഗാഗ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടവനും യഹൂദന്മാരുടെ ശത്രുവുമായിരുന്ന ഹാമാന് രാജാവ് ഉന്നത സ്ഥാനങ്ങൾ നൽകി ആദരിക്കുന്നു. എന്നാൽ രാജധാനിയുടെ പ്രധാന കവാടത്തിൽ ഇരുന്നിരുന്ന മൊർദെഖായി അവനെ കുമ്പിടുന്നില്ല. ഇത് ഹാമാന് അനിഷ്ടമാകുന്നു. യഹൂദനായ മൊർദെഖായിയെ മാത്രം കൊല്ലുന്നതിന് പകരം പാർസി രാജ്യത്തിലെ യഹൂദന്മാരെ മുഴുവനും കൊല്ലുവാനും
കൊള്ളയിടുവാനുമുള്ള രാജകൽപ്പന ഹാമാൻ സമ്പാദിച്ച് പ്രസിദ്ധം ചെയ്യുന്നു. ഇതറിഞ്ഞ മൊർദെഖായി ദൂതൻ മുഖാന്തരം എസ്തേറിനെ വിവരം അറിയിക്കുന്നു. രാജാവിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദമില്ലാതെ രാജസന്നിധിയിൽ ചെല്ലുന്ന വ്യക്തിയെ കൊല്ലണം എന്നായിരുന്നു രാജ നിയമം. തൻ്റെ ജീവനെപ്പോലും അവഗണിച്ചുകൊണ്ട് അവൾ രാജസന്നിധിയിൽ കടന്നു ചെല്ലുകയും ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി പ്രയത്നിക്കുകയും അവൾ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. എസ്തേറിനായി സകല യഹൂദന്മാരും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ രാജ്ഞി എന്ന പദവി ഉണ്ടായിരുന്നിട്ടും ആ രാജ്യത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന സമൂഹമായിരുന്ന യഹൂദ ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ വിടുതലിനായി പ്രയത്നിക്കുന്ന എസ്തേറിനെ നാം കാണുന്നു. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും പദവികളുമെല്ലാം സമൂഹത്തിലെ തള്ളപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി നാം വിനിയോഗിക്കണം. രണ്ടാമത്തെ ചിന്ത, എളിയവരുടെ ശബ്ദമായി നിലകൊള്ളുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. എളിയവരുടെ ശബ്ദമായി നിലകൊള്ളുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടുവേലക്കാരായിരുന്ന ബർന്നബാസിനെയും നാം കാണുന്നു. ക്രിസ്തീയ സമൂഹത്തിലെ ആദ്യകാല നേതാക്കന്മാരും വിശ്വാസികളും യഹൂദന്മാരായിരുന്നു. പിന്നീട് യഹൂദന്മാരല്ലാത്തവരുടെ ഇടയിലേക്ക് ക്രിസ്തീയ വിശ്വാസം പ്രചരിക്കപ്പെട്ടു. അന്യജാതികളിൽപ്പെട്ടവർ പരിച്ഛേദന ഏറ്റ് യഹൂദനാകണമെന്നും അതിനുശേഷം മാത്രമേ സ്നാനം നൽകി ക്രിസ്തീയ സമൂഹത്തോട് ചേർക്കുകയുള്ളൂ എന്നും യഹൂദന്മാരായ ചില നേതാക്കന്മാർ ശഠിച്ചു. പൗലോസ് അന്ത്യോക്യയിലായിരുന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരോട് സംസാരിക്കുവാൻ പൗലോസും ബർന്നബാസും യെരുശലേമിൽ എത്തിച്ചേരുന്നു. പരിച്ഛേദന ഏൽക്കാത്ത ജാതികളായിരുന്ന ക്രിസ്തീയ വിശ്വാസികളിടയിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൗലോസും ബർന്നബാസും അപ്പോസ്തലന്മാരോടും സഭാമൂപ്പന്മാരോടും വിവരിക്കുന്നു. ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണെന്നും യഹൂദരല്ലാത്ത ക്രിസ്തീയ വിശ്വാസികൾക്ക് പരിച്ഛേദന ആവശ്യമില്ലെന്നും അവർ വാദിച്ചു. ഒടുവിൽ അവരുടെ വാദം അപ്പോസ്തലന്മാർ അംഗീകരിക്കുന്നു. ജീവിതചര്യകളിൽ ചില നിയന്ത്രണങ്ങൾ മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായി തുടരുവാൻ യഹൂദരല്ലാത്ത ക്രിസ്തീയ വിശ്വാസികളെ അവർ അനുവദിക്കുന്നു. ഈ സംഭവം ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലെ വലിയൊരു നാഴികക്കല്ലാണ്. പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിച്ചത്. ഇവിടെ പൗലോസും ബർന്നബാസും പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതികളായിരുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ക്രിസ്തീയ സഭ സമൂഹത്തിലെ എളിയവരുടെ ശബ്ദമായി നിലകൊള്ളുവാനും അവരുടെ അവകാശങ്ങൾക്കായി പ്രയത്നിക്കുകയും വേണം. മൂന്നാമത്തെ ചിന്ത, പുറന്തള്ളപ്പെട്ടവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. പുറന്തള്ളപ്പെട്ടവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. മർക്കോസ് 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതായി നാം വായിക്കുന്നു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട ത്വക്ക് രോഗങ്ങളും കുഷ്ഠരോഗമായാണ് കണക്കാക്കിയിരുന്നത്. യഹൂദന്മാരുടെ നിയമപ്രകാരം ത്വക്ക് രോഗമുള്ള വ്യക്തി സാമൂഹികമായും മതപരമായും അശുദ്ധനായിരുന്നു. ലേവ്യ 13-14 അധ്യായങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തികൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്ന് പട്ടണത്തിന് പുറത്ത് താമസിക്കണമായിരുന്നു. മറ്റുള്ളവർ നടന്നു പോകുന്നത് കാണുമ്പോൾ അശുദ്ധിയുള്ളവർ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകണമായിരുന്നു. ത്വക്ക് രോഗമുള്ളവർക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ അനുവാദമുണ്ടായിരുന്നില്ല. ത്വക്ക് രോഗങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയായും കണക്കാക്കിയിരുന്നു. അങ്ങനെയുള്ളവരെ പുറന്തള്ളപ്പെട്ടവരായും സമൂഹം കണക്കാക്കിയിരുന്നു. ത്വക്ക് രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൗഖ്യം അപൂർവമായിരുന്നു. ഇത്തരം ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് യേശു ഒരു കുഷ്ഠരോഗിയെ തൊടുകയും അവനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നത്. കുഷ്ഠരോഗിയെ തൊടുന്നവരെയും അശുദ്ധരായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടായിരിക്കണം സൗഖ്യമാക്കിയ വിവരം പറയരുത് എന്ന് യേശു കുഷ്ഠരോഗിയോട് പറഞ്ഞത്. സൗഖ്യമായ വ്യക്തിക്ക് സാമൂഹിക അംഗീകാരം ലഭിക്കുന്നതിനായി പുരോഹിതൻ്റെ അംഗീകാരം വേണമായിരുന്നു. അതിനായി ശുദ്ധീകരണത്തിനുള്ള ചില ആചാരാനുഷ്ഠാനങ്ങൾ അവർ നിർവഹിക്കണമായിരുന്നു. ഇപ്രകാരം കുഷ്ഠരോഗിയായിരുന്ന വ്യക്തിക്ക് വിടുതൽ മാത്രമല്ല സാമൂഹിക അംഗീകാരവും നൽകി അവനെ പുനരുദ്ധരിക്കുവാനുള്ള പ്രവർത്തനമാണ് യേശു ഇവിടെ നിർവഹിക്കുന്നത്. ഇന്ന് ത്വക്ക് രോഗങ്ങൾക്കും കുഷ്ഠരോഗത്തിനുമെല്ലാം ഫലപ്രദമായ ചികിത്സയുണ്ട്. എന്നാൽ മരുന്നുകൾ ലഭ്യമല്ലാത്ത, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ധാരാളം രോഗങ്ങൾ നമുക്കുണ്ട്. അതിലൊന്നാണ് HIV, എയ്ഡ്സ്. ക്യാൻസർ എന്ന രോഗവും ഈ ഭാഗത്തിൽ പെടുന്നു. കോവിഡ് കാലഘട്ടത്തിലും അനേകർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരുമായി. ഇന്നും നിപ,
മസ്തിഷ്ക ജ്വരം തുടങ്ങിയ അനേക രോഗങ്ങളെ മനുഷ്യൻ ഭയക്കുകയും രോഗം ബാധിച്ച വ്യക്തികളെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. രോഗം ആർക്കും വരാം. എന്നാൽ രോഗിയുടെ സൗഖ്യത്തിനായി പ്രവർത്തിക്കേണ്ടതും അവർ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും പിന്തുണ കൊടുക്കേണ്ടതും സമൂഹത്തിൻ്റെ കടമയാണ്. ഇത്തരം ഒരു മാതൃകയാണ് യേശു നമുക്ക് നൽകി തരുന്നത്. സമൂഹത്തിൽ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നവരെ സ്നേഹിക്കുകയും കരുതുകയും അംഗീകരിക്കുകയും ചെയ്യണം. സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള പ്രതിബദ്ധത ദൈവിക സ്വഭാവമാണ്. ഇതാണ് യേശുക്രിസ്തുവിലൂടെയും അനേക വിശുദ്ധരായ വ്യക്തികളിലൂടെയും വെളിപ്പെട്ടത്. ദൈവികമായ ഈ ശ്രേഷ്ഠ ദൗത്യം ഏറ്റെടുക്കുവാനും നിർവഹിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വിജയകരമായി നിർവഹിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.